ഹലോ, ഞാൻ രാഗില. ഞാൻ ശ്രീകാന്ത്. എല്ലാവർക്കും എസ് ഹോം ടൂറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീടായിക്കോട്ടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ എന്തെടുക്കുമ്പോഴായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് കാര്യമാണെന്ന് ചോദിച്ചാൽ സെപ്റ്റി ടാങ്ക്, നമ്മുടെ STP ടാങ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പം സെപ്റ്റി ടാങ്ക് പണ്ട് കാലത്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കിണർ പോലെ കല്ലുകൊണ്ട് കെട്ടി അതിന് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുവാണ്. അതിന് മുകളിലൊരു സ്ലാബും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നീട് അത് മാറി നമ്മളൊരു 3 അറകളായി തിരിച്ച് സെഗ്രിഗേഷൻ അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന രീതിയിലുള്ള 3 അറകളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം അതിന് മാറ്റം സംഭവിച്ചിട്ട് ഇപ്പം നമ്മളിപ്പം കോൺക്രീറ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് കല്ല് കെട്ടി അതിനെ തേച്ച് അങ്ങനെ കുറേ സമയം എടുക്കും. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് കുഴിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ വെച്ചാൽ റെഡിമെയ്ഡ് ടാങ്ക് പെട്ടെന്ന് തന്നെ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളും തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് വരുന്നത് അതിൻ്റെ ഒരു വേസ്റ്റ് ലൈൻ മാത്രമാണ് നമ്മൾ കല്ലുകൊണ്ട് കെട്ടുന്നത്. അത് ചെറിയൊരു ഒരു 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 1.20 ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കെട്ടാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കണക്ഷൻ ചെയ്യാം. ഇതിപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കോൺക്രീറ്റിൻ്റെ സെപ്റ്റി ടാങ്ക് ആണ്. അത് പല സൈസിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ ടോയ്ലറ്റിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരെ കാരണമാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു STP ടാങ്കിലേക്കുള്ള നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ സോയിൽ വേസ്റ്റ് പോലത്തെ സാധനങ്ങൾ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മളൊരു കണക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ വാട്ടർ ലൈനാണ്, വെള്ളത്തിൻ്റെ ഉള്ളിലേക്കുള്ള വെള്ളത്തിൻ്റെ ലൈൻ. ഓക്കെ, ഈ ഒരു ഇത് എന്ന് പറയുന്നത്, ഈ ഒരു പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടോയ്ലറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്ന വേസ്റ്റ് ആയിട്ട് പോകുന്ന ക്ലോസറ്റിൻ്റെ വേസ്റ്റ് ലൈനാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ലൈനിൻ്റെ അകത്ത് നമ്മളെ നേരെ കുഴിയിലേക്ക്, സാധാരണ ഒരു കുഴിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചില വീടുകളിലൊക്കെ അതൊക്കെ നമ്മളെ എന്താ പറയുക, ഈ തെങ്ങിനും മറ്റ് വാഴക്കൊക്കെ വെള്ളമായിട്ട് കൊടുക്കാറുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇതിൽ സോപ്പ് മിക്സ് ആയതുകൊണ്ട് നമ്മളെ ചെടികൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാങ്ക് കൊടുക്കണം. ആ ടാങ്കിലേക്കാണ് ഈ ഒരു വേസ്റ്റ് വെള്ളം പോകേണ്ടത്. പിന്നെ ഇനി അടുത്ത മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ പൈപ്പാന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റി ടാങ്കിലേക്ക് പോകുന്ന നമ്മളെ മെയിൻ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് കറക്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു എയർ ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വേസ്റ്റ് ഹെയറും കാര്യങ്ങളൊക്കെ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ കൊതു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാനും മറ്റും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ലൈനിൽ പോയിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ടാങ്കിൻ്റെ ഇൻ ഭാഗത്തേക്ക് പോകുന്നത്. ടാങ്കിന് 2 പാർട്ടുണ്ട്, ഇൻ ഭാഗവും ഔട്ട് ഭാഗവും. അപ്പോൾ ഇൻ ഭാഗത്തേക്കാണ് ഇത് പോകുന്നത്. ഇൻ ഭാഗത്താണ് ഇതിൻ്റെ സെഗ്രിഗേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി നമ്മളെ സെപ്റ്റി ടാങ്കിൻ്റെ ടോപ്പ് ലെവൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ നമുക്ക് നോക്കാം. ഒരു നിരപ്പായ സ്ഥലത്തിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു നിരപ്പായ ഒരു സ്ഥലമാണ് ഇത്. നമ്മളെ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൻ്റെ അകത്ത് ഇത് മുറ്റാണ്. ഈ മുറ്റത്ത് നമ്മൾ ഇൻ്റർലോക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റും 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് 15 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഈ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ടോപ്പ് ലെവലായിട്ട് നമ്മൾക്ക് കണക്കാക്കാം. ആ ഇൻ്റർലോക്കിൻ്റെ ടോപ്പ് ലെവലാണ് നമ്മളുടെ സെപ്റ്റി ടാങ്കിൻ്റെ ടോപ്പ് ലെവൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 15 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. 15 സെൻറ്റിമീറ്ററിൻ്റെ താഴത്ത് ഒരു ഇൻ്റർലോക്ക് ബേബി മെറ്റൽ വിരിച്ച് അതിന് മുകളിലാണ് നമ്മൾ ഇൻ്റർലോക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു 10 സെൻറ്റിമീറ്റർ കൊടുക്കാം. അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ ടോപ്പും ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്കില്ല ആ ഒരു നമ്മളെ ക്ലോസറ്റിൻ്റെ ആ ഒരു ലൈനും ഇതിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം ഫ്ലോവും ചെയ്യും. മറ്റുള്ള ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
സെപ്റ്റിക് ടാങ്കിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് കുഴിക്കുകയാണെന്നുള്ളതാണ്. അത് ഒന്നുകിൽ നമുക്ക് ആളെ വെച്ച് ചെയ്യാം, അല്ലെ വണ്ടി പോകുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് JCB വെച്ചിട്ട് കുഴിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ആ പറഞ്ഞ ലെവലിനനുസരിച്ചിട്ടുള്ള കുഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഈ ഒരു സെപ്റ്റിക് ടാങ്ക് നമ്മൾ ഇറക്കുകയാണ്. ഇറക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അതായത് അവിടെ ഇവിടെ തട്ടും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ മണ്ണും കാര്യങ്ങളൊക്കെ ലെവലായിരിക്കണം. ആ ലെവലായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ടാങ്കിൽ ഇറക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ചെയ്തിരിക്കുന്നത് വെച്ചാൽ പുള്ളി വെച്ചിട്ടാണ് ഈ ഒരു ടാങ്ക് ചെയ്യുന്ന ടീം ഇറക്കിയിട്ടുള്ളത്. ചെയിൻ പുള്ളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. കാരണം അത് നല്ല അത്യാവശ്യം വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പുള്ളിയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയും കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടിയിലേക്ക് എത്രത്തോളം നമ്മൾ ലെവലാക്കുന്നു ആ ലെവലിനനുസരിച്ച് നമുക്ക് താഴത്തെ ഇറക്കി ആ ഒരു നേരെ കൊണ്ടുവന്ന് ചെയ്യുന്നതിന് നമുക്കത് സാധിക്കും. അങ്ങനെ ഈ ഒരു ടാങ്ക് നമ്മൾ കുഴിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു ലെവലിങ്ങിൻ്റെ പ്രോസസ്സ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ കേസിൽ. അത് ശരിക്കും വാട്ടർ ലെവല് മറ്റുള്ള ലെവൽസ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ കറക്റ്റായിട്ട് വേണം അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു സ്ലാബിൻ്റെ ടോപ്പും കൂട്ടി ഈ ഒരു അളവിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കറക്റ്റായി ഒന്ന് ലെവൽ ചെയ്യുക, അല്ല ഒന്ന് കറക്റ്റ് പൊസിഷനിൽ കൊടുക്കുക. അതായത് നമ്മുടെ അതിൽ നിന്നുള്ള സെറ്റ് ബാക്ക് 1:20 എന്നുള്ള രീതിയിൽ ആ ഒരു ഒന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചിലപ്പോൾ കുറച്ച് പൊക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പുള്ളി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ടാപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് അളവ് കറക്റ്റായിട്ട് വെക്കണം. നമ്മുടെ ടാങ്കിൻ്റെ പൊസിഷൻ വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. അതുവരേക്കും ബായ്.